എനിക്കൊരു ജീപ്പ് ആരാ ചെയ്യുന്നത് ഇവിടോ തന്നെ നിന്നെ സ്വന്തമാക്കും എല്ലാം അറിയാം ഓടിപ്പോ ഓടിപ്പോ പൈസ അങ്ങനെ പൊക്കിയല്ല അഭിപ്രായം പറയണം. മതി മതി ഇനി താടിയില്ല എല്ലാ വെട്ടിയും എന്തുകൊണ്ടാണ് അരിയേട്ടൻ ഈ ഫസ്റ്റ് സെയിലിൽ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? പൊതുവെ ഐശ്വര്യമുള്ള ആളെന്നുള്ള ഫസ്റ്റ് സെയിൽ ഞാൻ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത്. പിന്നെ നമ്മുടെ എനിക്ക് അവർക്ക് സെപ്പറേറ്റ് കൊടുക്കണമല്ലോ, അപ്പോൾ അത് നമ്മുടെ സ്പാ യൂണിറ്റ് സ്പെഷ്യൽ. എന്തുകൊണ്ടാണ് ഈ ഒരു മുടിവെട്ട കട തുടങ്ങാനുള്ള കാരണം? മുടിവെട്ട് മാത്രമല്ലല്ലോ, സൗന്ദര്യമല്ലേടാ ഇന്നത്തെ കാലത്ത് നീ ഉൾപ്പെടെ എല്ലാവരും ലക്ഷ്യം. ഒന്നുമില്ലടാ, ഞാനങ്ങനെ പരിപാടി വൈഫിൻ്റെ നോക്കത്തക്ക രീതിയിൽ എനിക്കിപ്പം സമയം കാണുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പരിപാടി, അവരുടെ കൂടെ താല്പര്യം പറ്റുന്നൊരു പരിപാടി. പിന്നെ ഒരു സർവീസ് ബിസിനസ് ആകുമ്പോഴത്തേക്ക് കുറച്ച് മാനേജ് ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് പറ്റും. ഈ പ്രോഡക്റ്റ് സെയിലൊക്കെ എന്ന് പറയുന്നത് എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വന്നത്? എല്ലാം സംഭവിച്ച് പെട്ടെന്ന് ഒന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടല്ല, പലതും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പറയുന്നത് ലൈഫിൽ. പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി വന്നു, എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്യാൻ. ഇത് നേരത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് കൊടുക്കുന്നൊരു കാര്യം സംസാരിച്ചു. എൻ്റെ അടുത്ത് കുറച്ചാളുണ്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ശരി, ഇങ്ങനെ നമുക്ക് മാനേജ് നമുക്ക് ചെയ്യാം. ആരാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടിരുന്നത്? ചേട്ടനാണ് അത് വൈഫാണ്? ഐഡിയ ഒന്നുമില്ല, പെട്ടെന്ന് തോന്നി. ചേച്ചിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ്റെ സമ്മാനം. അങ്ങനൊന്നും ഇല്ലടാ, ഞാൻ പറഞ്ഞത് ഇപ്പം അവള് രാവിലെ ഞാൻ ഒരു 10 മണി തൊട്ട് വൈകുന്നേരം ഒരു 4 മണിയുടെ സമയം ഒരു വെറുതെ ഇരിക്കുകയല്ലേ, അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാൻ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ള വീട്ടിലേക്ക് അങ്ങനെ പ്ലാനിലാണ് നമ്മൾ എന്തോ മസാജ് എന്നൊക്കെ വേണം. സ്പെഷ്യൽ മസാജ്, അതിന് ഫേസ് മസാജ്, പെഡിക്യൂർ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഇങ്ങനെ നമുക്കിത് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്? നോർമലി ഇപ്പോഴത്തെ എല്ലായിടത്തെയും ഒരു മീഡിയം ഒരു ലക്ഷറി ലെവലിൻ്റെ അതിനെക്കാട്ടി നമ്മളൊരു താഴത്തുള്ള റേറ്റ് തന്നെയായിരിക്കും നമ്മൾ ചെയ്യും. പിന്നെ റേറ്റ് അല്ല ആൾക്കാരുടെ പ്രശ്നം, നല്ല സർവീസ് കൊടുക്കാൻ കഴിയാമെന്നുള്ളതാണ്. നല്ല സർവീസ് കൊടുത്താൽ റേറ്റ് തരാൻ അവർ തയ്യാറാണ്. ഇതുവരെയുള്ള നമ്മുടെ സ്റ്റാഫുകളൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാഫുകളെയൊക്കെ നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി എന്തെങ്കിലും ആൾക്കാർക്ക് ഒരു നെഗറ്റീവായിട്ട് അനുഭവം ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ 100% അത് പരിഹരിക്കാനും അത് എടുക്കാനുമുള്ള ഒരു അവസരം എന്നെ അറിയിക്കാൻ ഞാനത് ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. പിന്നെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നമ്മളിത് ചെയ്തത്. ഭയങ്കര ചുരുങ്ങിയ സമയം കൊണ്ടാണ്. ഞാൻ കണ്ണൂർ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു, ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയുള്ളൂ. ആ ഒരാഴ്ച സമയം കൊണ്ടാണ് നമ്മൾ ഇനാഗുറേഷൻ ഡേറ്റ് എടുത്തത്. കാരണം എനിക്കിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ 4-ാം തീയതി എനിക്ക് കൊട്ടാരക്കര ഇനാഗുറേഷൻ ഉണ്ട്, 8-ാം തീയതി ഇവിടെ കൊച്ചിയിൽ എനിക്ക് മറ്റുള്ള ദിവസമാണ്. അങ്ങനെ കുറേ പരിപാടി. പിന്നെ ഞാൻ കുറേ തിരക്കാം. എന്തായാലും 12 ഒരുപാട് സംഭവം.